നമസ്കാരം. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്താക്കി. ലണ്ടനിലെ ഗ്യാറ്റ്വിക്കിൽ നിന്നും തുർക്കിയിലെ അന്റാലിയയിലേക്ക് യാത്ര പോയ വിമാനത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വിമാനത്തിനുള്ളിൽ വോഡ്ക കുടിക്കുകയും സഹയാത്രികയുടെ മുഖത്ത് തുപ്പുകയും ചെയ്ത ഒരു സ്ത്രീയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. യാത്രക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായതോടെ വിമാനം പ്രിസ്റ്റിന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി നിലത്തിറക്കാൻ പൈലറ്റ് നിർബന്ധിതനാവുകയായിരുന്നു. തുടർന്ന് മദ്യപിച്ച് മറ്റ് യാത്രക്കാരെ ഉപദ്രവിച്ച ഒരു യുവതിയെയും ഒരു പുരുഷനെയും പോലീസ് ഇടപെട്ട് വിമാനത്തിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരൻ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത്. ബ്രിട്ടീഷ് സ്വദേശിനി എന്ന് കരുതുന്ന ഒരു യുവതി വോഡ്ക കുടിച്ചതിനു ശേഷം യാതൊരു പ്രകോപനവുമില്ലാതെ മറ്റ് യാത്രക്കാരുടെ നേരെ തുപ്പുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ചാടി മറ്റൊരു യാത്രക്കാരനെ അടിക്കാൻ ശ്രമിക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്ന വീഡിയോയിലുണ്ട്. മാത്രമല്ല, അസഭ്യ പ്രയോഗങ്ങളും യുവതി നടത്തുന്നുണ്ട്. യുവതി യാതൊരു പ്രകോപനവുമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് ഒരു ജീവനക്കാരൻ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതും ഇതിനിടയിൽ രണ്ട് പുരുഷന്മാർ കൂടി വഴക്കിൽ ഇടപെടുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. സംഘർഷത്തിനിടെ ഈ സ്ത്രീ മറ്റൊരു യാത്രക്കാരൻ്റെ മുഖത്ത് തുപ്പിയതായും ദൃക്സാക്ഷികളിൽ ഒരാൾ വെളിപ്പെടുത്തി. മറ്റൊരു വീഡിയോയിൽ തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിമാന ജീവനക്കാരോട് പരാതിപ്പെട്ട ഒരു യാത്രക്കാരനോട് മറ്റൊരു പുരുഷ യാത്രക്കാരൻ ആക്രോശിക്കുന്നതും കാണാം. ഇതിനിടയിൽ അയാൾ മറ്റൊരു വ്യക്തിയെ വെല്ലുവിളിക്കുന്നത് ഞെട്ടലോടെയാണ് യാത്രക്കാർ കണ്ടത്. സംഭവത്തിന് സാക്ഷിയായ ഒരാൾ ദി സൺ പത്രത്തോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാൻ അവരുടെ പിന്നിലായിരുന്നു ഇരുന്നത്. എൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചത്തിലുള്ള അലർച്ചകളും ബഹളങ്ങളും തെറിവിളികളും കേട്ടു. നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ അവിശ്വസനീയമായിരുന്നു. എല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവർ പരസ്പരം ഉച്ചത്തിൽ അലറി വിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുകയായിരുന്നു. എല്ലാവരും ഭയന്നുപോയി. ഞങ്ങൾക്ക് ആ വിമാന ജീവനക്കാരോട് വല്ലാത്ത സഹതാപവും നിസ്സഹായതയും തോന്നിപ്പോയി, അദ്ദേഹം വെളിപ്പെടുത്തി. തെളിവ് ആവശ്യമായി വന്നാലോ എന്ന് കരുതിയും കൂടാതെ എൻ്റെ സ്വന്തം സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഞാൻ വീഡിയോ ചിത്രീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ദൃക്സാക്ഷി കൂട്ടിച്ചേർത്തു. വിമാനമിറങ്ങിയ ഉടൻ പോലീസ് ഉള്ളിൽ പ്രവേശിച്ച് സംഘർഷമുണ്ടാക്കിയ സ്ത്രീയും പുരുഷനെയും വിമാനത്തിൽ നിന്ന് പുറത്താക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വഴിതിരിച്ചുവിട്ട വിമാനം ഒടുവിൽ 3 മണിക്കൂർ വൈകിയാണ് ലക്ഷ്യസ്ഥാനമായ തുർക്കിയിൽ ഇറങ്ങിയത്. സംഭവത്തെക്കുറിച്ച് EasyJet വക്താവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: യാത്രക്കാരുടെ മോശം പെരുമാറ്റം ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് ഞങ്ങൾ എപ്പോഴും മുൻഗണന നൽകുന്നത്. വിമാനത്തിനുള്ളിലെ ഇത്തരം സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും മദ്യപാനത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ചില എയർലൈനുകൾ ആലോചിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിലെ ബാറുകളിൽ ഒരാൾക്ക് പരമാവധി 2 ഡ്രിങ്കുകൾ മാത്രമേ നൽകാവൂ എന്ന് റയാൻ എയർ മേധാവി മൈക്കൽ ഒലിയറി ഒരിക്കൽ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ യാത്രക്കാർ സ്വന്തമായി മദ്യമോ ചൂടുള്ള പാനീയങ്ങളോ വിമാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഈ എയർലൈൻ നിരോധിച്ചിട്ടുമുണ്ട്. വിമാനങ്ങളിൽ മദ്യം വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് യാത്രക്കാർക്കും സമ്മിശ്രമായ അഭിപ്രായമാണ് പൊതുവെയുള്ളത്. വിമാനത്തിൽ വിതരണം ചെയ്യുന്ന മദ്യത്തിന്റെ അനുവദനീയമായ പരിധി എന്താണെന്നതും പലപ്പോഴും ചർച്ചയാകാറുള്ള വിഷയമാണ്. മദ്യം വിളമ്പാൻ ഒരു നിശ്ചിത പരിധി നിർണ്ണയിക്കേണ്ടതില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ അതിന് പരിധി വേണമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. വിമാനത്തിനുള്ളിലെ മദ്യപാനത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു റിപ്പോർട്ട് ഒരിക്കൽ ടെലിഗ്രാഫ് പ്രസിദ്ധീകരിച്ചിരുന്നു. വിമാനത്തിനുള്ളിലെ മദ്യപാനം ആഡംബരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 1783 ഡിസംബറിൽ ഫ്രഞ്ച് സഹോദരന്മാരായ ജോസഫ് മൈക്കൽ, ജാക്വസ് എറ്റിയൻ മോൺഗോൾഫിയർ എന്നിവർ രൂപകൽപ്പന ചെയ്ത ഹോട്ട് എയർ ബലൂണിൽ ഒരു കൂട്ടം യാത്രക്കാർ നടത്തിയ യാത്രയിലാണ് ആദ്യമായി വിമാനയാത്രയ്ക്കിടെ മദ്യം വിളമ്പിയതെന്നാണ് കരുതപ്പെടുന്നത്. വിമാനങ്ങളിൽ മദ്യം നൽകാനാകാത്ത നിരോധന കാലഘട്ടത്തിൽ പോലും മരുന്നെന്ന ലേബലൊട്ടിച്ച് കുപ്പികളിൽ യാത്രക്കാർ മദ്യം വിമാനത്തിൽ കടത്തിയതായും ആ റിപ്പോർട്ടിൽ പറയപ്പെടുന്നു. ഇത് ചെയ്തിരുന്നവരിൽ അധികവും വീര്യമുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നതത്രേ.